ഗൈസ്, ഇന്ത്യയുടെ AFC ഏഷ്യൻ കപ്പിന്റെ ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശിനെതിരെ ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ AFC ഏഷ്യൻ കപ്പിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻസിൻ്റെയൊക്കെ ഒരു സമയത്ത് നമ്മൾ ഏഷ്യൻ മേഖലയിലെ ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നതാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തേർഡ് റൗണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണുള്ളത്. വേൾഡ് കപ്പ് സ്പോർട്ടിന് വേണ്ടിയിട്ട് ഏഷ്യൻ ടീമുകളൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് നടത്തുന്നത്. അപ്പം 18 ടീമുകൾ 3 ഗ്രൂപ്പുകളിലായിട്ട് ആണ് മത്സരിക്കുന്നത്. 6 ടീമുകൾ വീതമുള്ള ഓരോ ഗ്രൂപ്പുകളിലേക്കായിട്ട്. അപ്പം അവർ ഓൾറെഡി AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി 6 സ്പോട്ടുകളാണ്, അതായത് 24 ടീമുകളാണ് ഇപ്പം നിലവിൽ AFC ഏഷ്യൻ കപ്പിൽ കളിക്കുന്നത്. 2027 ഇനി വരാൻ പോകുന്ന ഏഷ്യൻ കപ്പ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ആ 6 സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ റേസിലാണ് ഇപ്പോൾ ഇന്ത്യയും ഉള്ളത്. ഈ 6 സ്പോട്ടിന് വേണ്ടിയിട്ട് 24 ടീമുകളാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 6 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതമാകും ഉണ്ടാകുക. ഹോം ആൻഡ് എവേ ഫോമാറ്റിലാകും മത്സരങ്ങൾ കളിക്കുക. 6 മത്സരങ്ങൾ വീതം എല്ലാ ടീമുകളും കളിക്കുന്ന ഒരു സാഹചര്യം വരും. എന്നിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം, അതായത് ഓരോ ഗ്രൂപ്പിലെയും ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് അല്ലെങ്കിൽ AFC ഏഷ്യൻ കപ്പിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്കൊപ്പം ഹോങ്കോങ്, സിംഗപ്പൂർ, ബംഗ്ലാദേശ് എന്നീ ടീമുകളാണ് മത്സരിക്കുന്നത്. ഓരോ മത്സരവും ഒരു ഫൈനൽ എന്ന പോലെ തന്നെ കാണണം. കാരണം പറഞ്ഞല്ലോ, ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. 2ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഓഫ് ഒരു പരിപാടിയുള്ള ഔട്ടാണ്. നമുക്ക് AFC ഏഷ്യൻ കപ്പിലെ കഴിഞ്ഞ 2 ഫോമാറ്റിലും യോഗ്യത നേടാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇത്തവണയും നമുക്ക് യോഗ്യത നേടുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു അങ്ങനെ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മത്സരങ്ങളും ഓരോ പോയിന്റും എന്നുള്ളതാണ്. ഈ പറഞ്ഞ ചൊവ്വാഴ്ച മത്സരങ്ങൾ ഒക്കെ ആരംഭിക്കും. ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അടുത്ത മാർച്ച് 31 വരെ, 2026 മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക. ഇത് പറയുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് വേണ്ടി തേർഡ് റൗണ്ടിൽ മത്സരിക്കുന്ന ടീമുകളുടെ കാര്യം കൂടി ഒന്ന് സംസാരിക്കാം. 2026 നടക്കുന്ന വേൾഡ് കപ്പിന് നമുക്കറിയാം 8+1 എന്ന് പറയുന്ന ഒരു സ്ലോട്ടാണ് ഏഷ്യൻ റീജിയനിലുള്ളത്. അതായത് 8 ടീമുകൾക്ക് ക്വാളിഫിക്കേഷൻ പ്ലസ് ഒരു പ്ലേ ഓഫ് ക്വാളിഫിക്കേഷനുമാണ് ഉള്ളത് എന്നുള്ളതാണ്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 ടീമുകൾ 3 ഗ്രൂപ്പുകളിലായിട്ട്, അതായത് ഓരോ ഗ്രൂപ്പിലും 6 ടീമുകളാണുള്ളത്. മത്സരം കടുത്തതായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിൽ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചത് ആകെ ജപ്പാൻ മാത്രമാണ്. ബാക്കി എല്ലാ ടീമുകളും ഈ പറഞ്ഞ പോലെ ആ ഒരു ശക്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതാണുള്ളത്. ഇപ്പം ഗ്രൂപ്പിൽ ആദ്യം വരുന്ന 2 ടീമുകൾക്കായിരിക്കും ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുക. അതല്ലാത്ത ടീമുകൾക്ക് ഒരു 4th റൗണ്ടും കൂടി ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കും എന്നുള്ളതാണ്. മിക്കവാറും ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത്, 2026 വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് ഏഷ്യയിൽ നിന്ന് ചില പുതുമുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ, ജോർദൻ പോലെയുള്ള ടീമുകൾ അവരുടെ അതാത് ഗ്രൂപ്പുകൾ 2ാം സ്ഥാനത്തൊക്കെയാണ് നിലവിൽ നിൽക്കുന്നത്. എങ്കിലും 3 മത്സരങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോ ആ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ ടീമുകൾ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.